മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സ്റ്റാൻലി രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസിന്റെ പുരോഗതി അന്വേഷിച്ചു. ഷാനിനെയും കൂട്ടുപ്രതികളായ 3 പേരെയും പോലീസിന് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. അവരാരും വീട്ടിലെത്തിയിട്ടുമില്ല. ഒളിവിൽ പോയിരിക്കുകയാണ്. പോലീസ് ബന്ധുവീടുകളിലും മറ്റും അന്വേഷണം നടത്തുന്നുണ്ട്. കാർ റിപ്പയറിങ്ങിന്റെ ചുമതല ബൈജുവിനെ ഏൽപ്പിച്ചിട്ട് സ്റ്റാൻലി കുളത്തുപുഴയിലേക്ക് തിരിച്ചുപോയി. 4 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷം ഷാനും കൂട്ടരും പോലീസിന് കീഴടങ്ങിയതായി സ്റ്റാൻലിക്ക് വിവരം ലഭിച്ചു. സ്റ്റാൻലി അഞ്ചലിൽ എത്തുമ്പോഴേക്കും പോലീസ് അവരെ കോടതിയിൽ ഹാജരാക്കുകയും അവർ ജാമ്യമെടുത്ത് പോവുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സബ് ഇൻസ്പെക്ടർ സ്റ്റാൻലി ഉപദേശിക്കുകയാണ്, നേരിട്ട് ഇതിലിടപെടാനൊന്നും പോണ്ട. അതിന് കൊള്ളാവുന്ന കൂട്ടരല്ല. കേസിലെ 1-ാം പ്രതിയായ ഷാന്റെ അച്ഛൻ ഇവിടെ ഒരു ട്രേഡ് യൂണിയനിൽ അംഗമാണ്. അയാളുടെ മകൻ സാറിൻ്റെ മോളെ പ്രേമിച്ചതിനും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതിനും ചിലപ്പോൾ അങ്ങോട്ട് നോക്കുകൂലി കൊടുക്കേണ്ടി വരും. ഉടനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, പട്ടപ്പകൽ നടു റോഡിൽ വെച്ച് പെൺകുട്ടികളെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ ശ്രമിക്കുകയും ചെയ്തവർക്ക് എങ്ങനെ ജാമ്യം കിട്ടി? മൊബൈൽ ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞവനെ പോലും റിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ പയ്യന്റെ തന്തയുടെ ബന്ധുവാ ഇവിടുത്തെ ലോക്കൽ നേതാവ്. സാറെ, ഭരിക്കുന്ന കക്ഷി പറയുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും. വാദി പ്രതിയാകുന്നതിനടുത്ത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതായത് ഈ ഷാൻ എന്ന ചെറുപ്പക്കാരൻ്റെ ഭാര്യയായ ടാനിയ എന്ന യുവതിയെ നിങ്ങളാണ് ബലമായി പിടിച്ചു വെച്ചിരിക്കുന്നത്. ഭാര്യയെ മോചിപ്പിക്കാൻ ശ്രമിച്ച കുറ്റം മാത്രമേ അവൻ ചെയ്തുള്ളൂ. FIR വെച്ച് നോക്കിയാൽ കേസിന് വലിയ ബലം ഉണ്ടാവില്ല. ആഹാ, നിങ്ങളല്ലേ FIR തയ്യാറാക്കിയത്? സാറേ, പാർട്ടിയുടെ ലോക്കൽ നേതാവ് പറയുമ്പോൾ അതും ഭരണകക്ഷിയുടെ. സ്റ്റാൻലിക്ക് അത് കേട്ടപ്പോഴേക്കും ഇച്ഛാഭംഗമായി. അയാൾ അഞ്ചലിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അവന്റെ ഉപദ്രവം ഇനിയുമുണ്ടായാൽ അപ്പോൾ തന്നെ വിവരം അറിയിക്കണം എന്ന് സ്റ്റാൻലി അലീനയെ ശട്ടം കെട്ടി. അടുത്ത 2-3 ദിവസങ്ങൾ കുഴപ്പമില്ലാതെ പോയി. ശനിയാഴ്ച ദിവസം വൈകുന്നേരം ഒരു ബൈക്ക് ഗേറ്റിൽ വന്ന് ഹോൺ അടിക്കുന്നത് കണ്ടുകൊണ്ട് ടെൽസ ഓടി അലീനയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഭയത്തോടെ പറയുകയാണ്, അവർ പിന്നെയും വന്നെന്ന് തോന്നുന്നു ചേച്ചി. നിർത്താതെ ഹോൺ അടിക്കുക, 2 പേരുണ്ട്. അലീന സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് നോക്കി. 2 പേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അലീനയ്ക്ക് അവരെ മനസ്സിലായി. അവൾ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ബൈക്ക് വളപ്പിനുള്ളിലേക്ക് കയറി പോർച്ചിലെത്തി നിന്നു. 2 പേരും ഹെൽമെറ്റ് തലയിൽ നിന്ന് മൂരി. ബബിതേ, ഒന്നിങ്ങോട്ട് ഓടിവാ. അലീന മുറ്റത്തു നിന്നുകൊണ്ട് ജനാലയിൽ കൂടി വിളിച്ചു. ബബിത വേഗം സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്നു. അയ്യോ, ഇതാരൊക്കെയാ? മനുശങ്കറിനെയും രോഹിത്തിനെയും കണ്ട് അത്ഭുതം കൊണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. മനുവേട്ടാ, ഇതെങ്ങനെ തപ്പിപ്പിടിച്ചു വന്നു? അലീന ചേച്ചിക്ക് അറിയായിരുന്നു അല്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞേയില്ല പെണ്ണേ, വരുമെന്നൊരു സൂചന പോലും എനിക്ക് തന്നില്ല. മനുശങ്കർ അപ്പോൾ ബബിതയുടെ തോളിൽ മെല്ലെ അടിച്ചുകൊണ്ട് പറയുകയാണ്, പക്ഷെ നിന്നെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. വെള്ളം പോകുന്ന വഴിയെ മീനും എന്ന് കേട്ടിട്ടില്ലേ? മാനേജർ പറയുന്നിടത്ത് ജോലി ചെയ്യുക, അതല്ലേ ഒരു കീഴ്ജീവനക്കാരുടെ കടമ. മനുശങ്കർ അവളുടെ ചിരിച്ച മുഖത്തേക്ക് നോക്കി നിന്നു. അവൾ തൻ്റെ മാനസിക തളർച്ചയെ അതിജീവിച്ചിരിക്കുന്നു. ആത്മഹത്യാശ്രമത്തിൽ പരാജയപ്പെട്ട് മനസ്സിടിഞ്ഞ് ജീവിക്കാൻ ആഗ്രഹമില്ലാതെ കടപ്പാട്ടൂര വീട്ടിൽ ചടഞ്ഞു കിടന്ന പെണ്ണല്ല. അവളുടെ മുഖത്തിപ്പോൾ സന്തോഷവും ആത്മവിശ്വാസവും സംതൃപ്തിയുമുണ്ട്. മനു വീണ്ടും പറയുകയാണ്, നീ ഒരുമാതിരി പച്ച പിടിച്ചല്ലോ പെണ്ണേ. അപ്പോൾ രോഹിത്ത്, അലീന ചേച്ചി പക്ഷേ ക്ഷീണിച്ചു. അല്പം ക്ഷീണിച്ചിരുന്നാലല്ലേ പിന്നീട് നന്നാവാൻ പറ്റൂ. ഇങ്ങോട്ട് കയറി വാ, ഇവിടെ ഉള്ളവരെ പരിചയപ്പെടണ്ടേ. അലീന അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ലിവിംഗ് റൂമിന്റെ വാതിക്കൽ നിന്ന ടാനിയായിക്ക് അലീന അവരെ പരിചയപ്പെടുത്തി. ഇത് എൻ്റെ അനുജൻ രോഹിത്ത്, അതായത് ബബിതയുടെ നേരെ മൂത്ത ആങ്ങള. കൂടെ ഉള്ളത് മനുശങ്കർ, അങ്കിളിന്റെ മകനാ. 2 പേരും ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. അലീന ടാനിയായെയും ടോജോയെയും ടെൽസയെയും അവർക്ക് പരിചയപ്പെടുത്തി. പിന്നീട് കിച്ചണിൽ വെച്ച് ടാനിയ അതിശയത്തോടെ അലീനയോട് ചോദിക്കുകയാണ്, ഈ ചേച്ചിക്ക് എങ്ങനെയാ ഇത്രയും ആൾക്കാരുമായിട്ട് ഇത്ര അടുത്ത ബന്ധം? എനിക്ക് 10-23 വർഷം ആരുമില്ലായിരുന്നല്ലോ മോളെ. കിട്ടിയപ്പം ഞാൻ എല്ലാവരെയും വിടാതങ്ങ് മുറുകെ പിടിച്ചു. അപ്പോൾ ടാനിയ വീണ്ടും ചോദിക്കുകയാണ്, ഈ മനുവേട്ടൻ എന്ന് പേരുള്ള ആളുമായിട്ട് ചേച്ചി ലൈനാണോ? അലീന ഞെട്ടിത്തിരിഞ്ഞു. നിന്നോടാര് പറഞ്ഞു ഇത്? എന്നോടാരും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തോന്നി ചേച്ചി ഈ മനുവേട്ടനെ കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന്. അല്ലേ? അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഒരാലോചനയുണ്ടെന്നേ ഉള്ളൂ. അലീന ചേച്ചിക്ക് ഇഷ്ടമല്ലേ? എൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ. ആർക്കാ ഇഷ്ടമല്ലാത്തത്? പപ്പയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ കല്യാണം നടക്കില്ലേ? ഒരിക്കലുമില്ല. വിശ്വാസം വരാത്ത പോലെ ടാനിയ അലീനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പിന്നെയും പറയുകയാണ്, ചേച്ചി ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിക്കേണ്ട ഒരാളിനോട് പറയുന്നത് പോലെ. അപ്പോൾ അലീന, എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെയല്ലേ ചേച്ചി എൻ്റെ കള്ളത്തിലും പിടിച്ചെടുത്തത്? പെട്ടെന്ന് അലീനയുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്തയാണ്, ഇവൾ താനും മനുവേട്ടനും തമ്മിലുള്ള ബന്ധത്തെ ഇവളുടെ ഷാനുമായിട്ടുള്ള ബന്ധവുമായി തുലനം ചെയ്യുകയാണോ? അലീന പിന്നെയും ടാനിയായോട് പറയുകയാണ്, മനുവേട്ടൻ ആദ്യം മുതൽ എന്നോട് കരുണ കാണിച്ച ആളാണ്. ചില പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ തുണ നിന്ന് സഹായിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഇപ്പോഴും ഞങ്ങൾക്ക് തീർച്ചയില്ല ഒന്നിച്ചു ജീവിക്കാമെന്ന്.
മനുവേട്ടനെ പോലെ അന്തസ്സായി പെരുമാറുന്നവർ 100-1 പോലും കാണില്ല. അത് ടാനിയയ്ക്ക് ക്രമേണ മനസ്സിലായി. ശാന്തവും മൃദുലവുമായ ഒരു സ്നേഹം. വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ. നീല ജലപ്പരപ്പിൽ ഒറ്റയ്ക്ക് വിരിയുന്ന താമര പോലെ ഒരു പുഞ്ചിരി, സ്നേഹോഷ്മളമായൊരു കടാക്ഷം, മറ്റേയാളുടെ ഇഷ്ടമറിഞ്ഞുള്ള സംഭാഷണം, അല്പം ഉത്കണ്ഠ കലർന്ന സ്നേഹാന്വേഷണങ്ങൾ, നിലാവ് പോലെയുള്ള സ്നേഹം. ഒരിക്കലും തമ്മിൽ വിവാഹിതരായില്ലെങ്കിലും വളരെ ദൂരേക്ക് അകന്നു പോയാലും വീണ്ടും ഒരിക്കലും കണ്ടുമുട്ടിയില്ലെങ്കിലും ആ സ്നേഹം നിലനിൽക്കുമെന്ന് ടാനിയയ്ക്ക് തോന്നി. മനുശങ്കർ വന്നതിന് ശേഷം കൂടുതൽ സമയവും തൻ്റെ മമ്മിയുടെ അടുത്തായിരുന്നുവെന്ന് ടാനിയ ശ്രദ്ധിച്ചു. മമ്മിയോട് ധാരാളമായി സംസാരിക്കുന്നതും കാണാമായിരുന്നു. ഷാൻ ഒരു തവണ പോലും മമ്മിയെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. മമ്മി മരണക്കിടക്കയിലാണെന്ന് അറിഞ്ഞിട്ട് പോലും. ഇപ്പോൾ അലീനയെയും മനുശങ്കറിനെയും പോലെ പ്രണയിക്കുവാൻ അവൾ കൊതിച്ചുപോയി. ഞായറാഴ്ചയാണ്. ഉച്ചയൂണിന് ശേഷം സിറ്റൗട്ടിലെ മാർബിൾ തണുപ്പിൽ കാലും നീട്ടിയിരുന്ന് യാത്രാ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു മനുശങ്കറും രോഹിത്തും. 4 മണിക്ക് പോയാൽ 7 മണിക്ക് കൊല്ലപ്പള്ളി, 8-ന് കൊല്ലപ്പള്ളിയിൽ നിന്ന് പോയാൽ 9:30-ക്ക് മൂവാറ്റുപുഴ, അവിടെ നിന്ന് ബാംഗ്ലൂർ ബസ്. മനുശങ്കർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആകാശം മൂടി കെട്ടിക്കിടന്നു. മഴക്കാറ്റ് മരങ്ങളെ അടിച്ചുലച്ചു. ഈ സമയത്ത് വീടിന്റെ മതിൽക്കെട്ടിന്റെ മുൻപിൽ റോഡിൽ കുറെ പേർ വന്നുകൂടുന്നത് രോഹിത്ത് കണ്ടു. ഏതോ പാർട്ടിയുടെ സമ്മേളനം ചേരാൻ പോവുകയാണെന്ന് തോന്നി. അവരുടെ കൈവശം കൊടികളുമുണ്ടായിരുന്നു. ആൾക്കൂട്ടം പെട്ടെന്ന് വലുതായി. ഏതാണ്ട് 200-ഓളം പേര്. ഒരാൾ സിറ്റൗട്ടിന് നേർക്ക് നോക്കി കൈയടിച്ചു വിളിച്ചു. തിരിഞ്ഞിരുന്ന മനുശങ്കർ അപ്പോഴാണത് കണ്ടത്. അവൻ എഴുന്നേറ്റ് നോക്കി. അടഞ്ഞുകിടന്ന ഗേറ്റിനപ്പുറത്ത് നിന്നവർ കൈകാട്ടി അവനെ വിളിക്കുകയാണ്. മനുശങ്കർ സംശയിച്ച് ഗേറ്റിനടുത്തേക്ക് ചെന്നു. അപ്പോൾ കൂട്ടത്തിലെ നേതാവെന്ന മട്ടിൽ മുന്നിൽ നിന്നയാള് ധിക്കാരത്തോടെ ചോദിക്കുകയാണ്, താനാരാ? ഞാൻ ഈ വീട്ടിലെ ബന്ധുവാണ്. ഇവിടെ ഒരു പെണ്ണുണ്ട്, പേര് ടാനിയ. ദേ ഈ നിൽക്കുന്നവന്റെ ഭാര്യയാണ്. വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാ ഞങ്ങൾ. വിരട്ടലും പേടിപ്പിക്കലും ഒന്നുമില്ല. ദാ പോലീസ് ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവളെ ഒന്നിങ്ങോട്ട് വിളിച്ചാൽ ഉപകാരമായിരുന്നു. മനുശങ്കർ ആൾക്കൂട്ടത്തിന്റെ പിൻപിലേക്ക് നോക്കി. ശരിയാണ്, പോലീസ് ജീപ്പുമുണ്ട്. അലീന എൽസമ്മയെ കിടത്തിയ മുറിയിലായിരുന്നു. ടാനിയായും അവളോടൊപ്പമുണ്ട്. ബബിതയും ടെൽസയും സ്നേക്ക് ആൻഡ് ലാഡർ കളിച്ചുകൊണ്ട് ഊണുമുറിയിലും. അപ്പോഴാണ് ടോജോ പരിഭ്രാന്തനായി എൽസമ്മയുടെ മുറിയിലേക്ക് വന്നത്. അവൻ പെട്ടെന്ന് പറയുകയാണ്, അലീന ചേച്ചി, ദേ ഗേറ്റിന് വെളിയിൽ ഒരുപാട് ആളുകൾ വന്നു നിൽക്കുന്നു. അവർ ബഹളം ഉണ്ടാക്കുകയാണ്. പാർട്ടിക്കാരാ, ചുമപ്പ് കൊടിയൊക്കെയുണ്ട്. ടാനിയ പെട്ടെന്ന് ജാഗരൂകയായി. ആരൊക്കെയാണെന്ന് നീ കണ്ടോ? അലീന ചോദിക്കുകയാണ്. ഷാനൊക്കെയുണ്ട്, പിന്നെ 10-250 പേരുമുണ്ട്. മനുവേട്ടൻ അവരോട് സംസാരിക്കുകയാണ്. അലീന ടാനിയായി നോക്കി. അവളുടെ മുഖത്ത് വിവിധ വികാരങ്ങൾ. ഞാൻ ചെന്ന് നോക്കാം, നീ ഇപ്പോൾ പുറത്തേക്ക് വരണ്ട, ഇവിടെ ഇരിക്കെ. അലീന ടാനിയോട് അത് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാനും വരാം ചേച്ചി. വേണ്ട, അവർ നിന്നെ വിളിച്ചുകൊണ്ട് പോകാനാണ് വന്നിരിക്കുന്നത്. നിനക്ക് പോണോ? ടാനിയ മിണ്ടിയില്ല. അലീന തിടുക്കത്തിൽ വീടിന്റെ മുൻവശത്തേക്ക് പോയി. അവൾ സിറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും മനുശങ്കർ ഗേറ്റിനരികെ നിന്ന് തിരികെ വരുന്നുണ്ടായിരുന്നു. ഗേറ്റിന് മുമ്പിൽ പോലീസുകാരെ കൂടി കണ്ടതോടെ അലീനയ്ക്ക് ആധി കയറി. അവൾ മുറ്റത്തേക്കിറങ്ങി. എന്താ മനുവേട്ട, എന്താ അവരുടെ പ്രശ്നം? അവർ ടാനിയായി വിളിച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനിലാണ് വന്നിരിക്കുന്നത്. ഏയ്, അവളെ വിട്ടുകൊടുക്കില്ല മനുവേട്ട, ഞാൻ അവരോട് സംസാരിക്കട്ടെ. അലീന ഗേറ്റിനടുത്തേക്ക് ചെന്നു. മനുശങ്കർ അവളെ പിൻചെന്നു. ഗേറ്റിനപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൂട്ടത്തോട് അലീന ചോദിക്കുകയാണ്, എന്തിനാ നിങ്ങളിവിടെ കൂടി ഒന്ന് ബഹളം വെക്കുന്നേ? ഇതൊരു വീടല്ലേ? പെട്ടെന്ന് ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം തുറന്നിട്ട ഒരാൾ കൈലി അഴിച്ചു കുത്തിക്കൊണ്ട് ആടിയാടി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നീ ആരാടി ചോദിക്കാൻ? ഞാൻ ഈ കുടുംബത്തിലെ ഒരു അംഗമാണ്. ടാനിയയുടെ ചേച്ചിയാണ്. ഫു, ഏത് വകയിലടി നീ അവളുടെ ചേച്ചിയായത്? ഉടനെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഇടപെട്ടു. മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ പുറകോട്ട് മാറ്റി നിർത്തും. ഷാൻ പെട്ടെന്ന് അയാളെ തള്ളി മാറ്റി മുൻപിലേക്ക് കയറി. എന്നിട്ട് പറയുകയാണ്, വെറുതെ പറയുക സാറേ, ഇവള് ചേച്ചിയുമല്ല, ഒരു തൊപ്പിയുമല്ല. ഏതോ അനാഥാലയത്തിൽ നിന്ന് തെണ്ടിക്കേറി വന്നവളാ. ടാനിയയുടെ മമ്മി വീണ് വയ്യാതെ കിടന്നപ്പം ഇവള് ബലമായി ഈ വീട്ടിൽ കയറി അധികാരം പിടിച്ചെടുത്തതാ സാറേ. ഇവിടെയുള്ള അയൽക്കാരോട് ചോദിച്ചു നോക്കണം, ഇവളെ ഇതിനു മുൻപ് ഈ വീട്ടിലോ പരിസരത്തോ കണ്ടിട്ടുണ്ടോന്ന്. അപ്പോൾ അലീന തർക്കിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അയൽക്കാരോട് എന്തിനാ ചോദിക്കുന്നേ? ഇവിടുത്തെ കുട്ടികളോട് ചോദിച്ചാൽ മതിയല്ലോ. നീ അവരെ ഭീഷണിപ്പെടുത്തി നിർത്തിയേക്കുമല്ലേടി, വെളിയിൽ പോലും ഇറക്കാതെ. ടാനിയ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന പെണ്ണല്ലേ, ഇപ്പോഴെന്താ അവളെ കോളേജിൽ വിടാത്തത്? ആ പെണ്ണിനെ ഇവള് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക സാറേ. പെട്ടെന്ന് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരാൾ അലറുകയാണ്, ഇങ്ങോട്ട് ഇറക്കി വിടടി അവളെ. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അവളെ ഇറക്കി വിടാൻ പറ്റില്ല. പൊടി പോലെയാടി പോളെ, നീ മിണ്ടിപ്പോകരുത്. പെട്ടെന്നൊരു കോൺസ്റ്റബിൾ അയാളെ ആൾക്കൂട്ടത്തിന്റെ പിൻനിരയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. റോഡിന്റെ മറുവശത്ത് കിടന്ന ജീപ്പ് സാവധാനം ഉരുണ്ട് ഗേറ്റിന്റെ മുൻപിലേക്ക് വന്നു. SI അതിൽ നിന്നും പുറത്തിറങ്ങി. എന്നിട്ട് ആരോടൊന്നില്ലാതെ ചോദിക്കുകയാണ്, എന്തായി കാര്യങ്ങൾ? അപ്പോൾ അലീന, സർ, പോലീസിന്റെ അനുവാദത്തോടു കൂടിയാണോ ഇവർ എൻ്റെ വീടിന്റെ മുൻപിൽ വന്ന് ചീത്ത വിളിക്കുന്നതും ബഹളം വെക്കുന്നതും? അപ്പോൾ SI ഒരു മാരേജ് ഡീഡിന്റെ ഫോട്ടോ കോപ്പി ജീപ്പിന്റെ മുൻവശത്തു നിന്നും എടുത്ത് അവളെ കാണിച്ചു. ഈ മാരേജ് ഡീഡ് അനുസരിച്ച് ഈ വീട്ടിലെ അംഗമായ ടാനിയ എന്ന പെൺകുട്ടി ഈ നിൽക്കുന്ന ഷാൻ എന്ന ചെറുപ്പക്കാരന്റെ ഭാര്യയാണ്.
ഇയാളുടെ ഭാര്യയെ നിങ്ങൾ അന്യായമായി വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. അപ്പോൾ അലീന, സാറേ, ഷാനും ടാനിയയും തമ്മിൽ നിയമപ്രകാരം കല്യാണം കഴിച്ചിട്ടില്ല. അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ തടസ്സമില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് മാത്രമാണിത്. സ്വന്തം മാതാപിതാക്കളുടെയോ കൂടപ്പിറപ്പുകളുടെയോ അറിവും സമ്മതവുമില്ലാതെയാണ് ഈ കരാറിൽ അവൾ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ SI, ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിടാൻ വീട്ടുകാരുടെ അറിവും സമ്മതവും ഒന്നും ആവശ്യമില്ല. സാറേ, സാറിനും സഹോദരിമാരും മക്കളും ഒക്കെ ഉള്ളതല്ലേ? സാറിന്റെ വീട്ടിലായിരുന്നുവെങ്കിൽ സാർ ഇത് സമ്മതിച്ചു കൊടുക്കുമോ? എൻ്റെ അനുജത്തിയെ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണോ സാർ വന്നിരിക്കുന്നത്? അതെൻ്റെ ജോലിയല്ല. ഇവരെല്ലാവരും കൂടി സംഘം ചേർന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. ഇവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയാണ്. സർ, ഞങ്ങളാരും ഇവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബുദ്ധി ഉറയ്ക്കാത്ത പ്രായത്തിൽ പെൺകുട്ടികൾ അങ്ങനെ ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കും. ഭീഷണിക്കും നിർബന്ധത്തിനുമൊക്കെ വഴങ്ങി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ തയ്യാറായെന്നിരിക്കും. സാർ അതൊന്നും സീരിയസ് ആയിട്ട് കാണരുത്. ഉടനെ പാർട്ടി നേതാവെന്ന് തോന്നിക്കുന്നയാൾ ശബ്ദമുയർത്തി പറയുകയാണ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പെൺകുട്ടിയാണോടി ബുദ്ധി ഉറയ്ക്കാത്തവള്? അവളെ ഇങ്ങോട്ട് വിളിക്ക്, ഞങ്ങൾ സംസാരിച്ചു നോക്കട്ടെ. ഉടനെ SI, നിങ്ങൾ അവളെ വീട്ടുതടങ്കലിലിട്ടിരിക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. അത് സത്യമാണോന്ന് അറിയണ്ടേ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ പൂട്ടിയിടാൻ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അധികാരമില്ല. നിങ്ങൾ ടാനിയയെ ഇങ്ങോട്ട് വിളിക്കണം. അലീന പാതി മനസ്സോടെയാണ് വീടിനുള്ളിലേക്ക് തിരിച്ചു പോയത്. പുറത്തെ സംഭാഷണങ്ങൾ നിരീക്ഷിച്ചും സംഭാഷണങ്ങൾക്ക് കാതോർത്തും ടാനിയ ജനാലയോട് ചേർന്ന് നിൽപ്പുണ്ടായിരുന്നു. അലീന അവളെ വിളിച്ചു. നിന്നോട് സംസാരിക്കണമെന്നവർക്ക്. അവൾ അത് പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നുവെന്ന് അലീനയ്ക്ക് തോന്നി. ഷാനും വന്നിട്ടുണ്ട് നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ. നീയാണ് തീരുമാനമെടുക്കേണ്ടത്. ടാനിയ വീർപ്പടക്കി. ചെല്ല്. ടാനിയ മുറിക്ക് പുറത്തേക്ക് കടന്നു. സിറ്റൗട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അലീന അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. അവർക്ക് ഒരു വാക്കേ വേണ്ടൂ, പക്ഷെ നിന്റെ ജീവിതമായത്. അത് നീ തുലച്ചു കളയല്ലേ മോളെ. ടാനിയ ദീർഘനിശ്വാസമെടുത്തു. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. ഷാൻ ഏറ്റവും മുൻപിലായി നിൽക്കുന്നത് ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ അവൾക്ക് കാണാമായിരുന്നു. അലീന സിറ്റൗട്ടിന്റെ വെളുപ്പിൽ ചെന്ന് തൂണിൽ പിടിച്ചു നിൽക്കുകയാണ്. കൈകൾ തളരുന്നതുപോലെ അവൾക്ക് തോന്നി. ഈ നിമിഷം വരെയുള്ള തൻ്റെ എല്ലാ പ്രയത്നങ്ങളും ദൈവമേ. ടാനിയയെ കണ്ടതോടുകൂടി ഷാൻ കൈയാട്ടി അവളെ വിളിച്ചു. ടാനിയയെ കണ്ട ആൾക്കൂട്ടം ആർപ്പ് വിളികളോടെ അവളെ എതിരേറ്റു. ഒരു സംഘം ആൾക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. ആളുകൾ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാർ തടഞ്ഞു. ടാനിയ ഗേറ്റിലെത്തി. അവൾ ഷാന്റെ മുഖത്തേക്ക് നോക്കി. അവൻ ആവേശഭരിതനാണെന്ന് അവൾ കണ്ടു. അവൻ തൻ്റെ വിരലിൽ ചുംബിച്ച് സ്നേഹദാർഢ്യം വെളിപ്പെടുത്തി. എന്നിട്ട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുകയാണ്, നിന്നെ ആരും ഒരു ചുക്കും ചെയ്യത്തില്ല, ധൈര്യമായിട്ട് ഇറങ്ങി വാടി മോളെ. വെല്ലുവിളിയോടുകൂടിയാണ് അവൻ പറയുന്നത്. അപ്പോൾ മാരേജ് ഡീഡിന്റെ കോപ്പി എടുത്ത് ടാനിയയെ കാണിച്ചിട്ട് SI ചോദിച്ചു, ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് നീ തന്നെയാണോ? ടാനിയ വെറുതെ അതിലേക്കൊന്ന് നോക്കി. എന്നിട്ട് അതെ. സ്വമനസാലയാണോ ഒപ്പിട്ടത്? ആ അതെ. ആരുടെയെങ്കിലും ഭീഷണിയോ പ്രലോഭനമോ നിർബന്ധമോ ഇതിൽ പിന്നിലുണ്ടോ എന്ന് തുറന്നു പറയണം. നീ ആരെയും പേടിക്കണ്ട. ടാനിയ ഷാനിനെ നോക്കി. അവൻ ശ്വാസം അടക്കി പിടിച്ചു നിൽക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പറഞ്ഞു, ആരുടെയും ഭീഷണിയും നിർബന്ധമൊന്നുമില്ല. നിന്നെ ഈ വീട്ടിലുള്ള ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ വീട്ടുതടങ്കലിടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിനക്ക് വീടിന് പുറത്തേക്ക് സഞ്ചരിക്കാനോ കോളേജിൽ പോകാനോ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒന്നുമില്ല. ഞാൻ മനഃപൂർവ്വം കോളേജിൽ പോകാത്തതാണ്. പെട്ടെന്ന് ഷാൻ വിളിക്കുകയാണ്, ടാനിയ, നിന്നെ ആരും തടയുന്നില്ലെങ്കിൽ നീ എൻ്റെ കൂടെ വാ. നമ്മൾ നേരത്തെ തീരുമാനിച്ചു വന്നതല്ലേ. ഇറങ്ങി വാ. ഒരു ഗേറ്റിന്റെ തടസ്സം മാത്രമേ ഉള്ളൂ നിന്റെ മുൻപിൽ. ധൈര്യമായിട്ട് വാ. അവൻ വികാരാവേശത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അവൾ പതറിപ്പോയി. അപ്പോൾ ലോക്കൽ നേതാവ് അവൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നിന്നെ നിന്റെ വീട്ടുകാർ ഒറ്റപ്പെടുത്തുമല്ലോ എന്ന് ഓർത്തിട്ട് നീ പേടിക്കൊന്നും വേണ്ട. ഞങ്ങളെല്ലാവരും ഉണ്ട് നിനക്ക് ബന്ധുക്കളായിട്ട്. എന്ത് സഹായത്തിനും ഞങ്ങളുണ്ടാവും. അപ്പോൾ ഷർട്ടിന്റെ ബട്ടൺസും ഒക്കെ തുറന്നിട്ട് തലേക്കെട്ടുമായിട്ട് ഒരാൾ മുൻപിലേക്ക് തിക്കി തിരക്കി കയറി വന്നു. ടാനിയ അയാളെ തിരിച്ചറിഞ്ഞു. ഷാനിന്റെ അച്ഛൻ. അയാള് ടാനിയയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ മോൻ ആശ കൊടുത്തിട്ട് അവനെ ചതിക്കല്ലേ കുഞ്ഞേ. നീ ഒരു കാലത്തും പിന്നെ ഗതി പിടിക്കത്തില്ല. അപ്പോൾ നേതാവ് വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങളാരും നിന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വന്നവരൊന്നുമല്ല. കുട്ടിക്ക് ഞങ്ങളുടെ ചെക്കനെ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. പിന്നെ എന്തിനാ മടിക്കുന്നത്? ടാനിയ തിരിഞ്ഞ് വീടിന്റെ നേർക്ക് നോക്കി. അലീന ഉരുളൻ തൂണിന്മേൽ ഒരു കയ്യും പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. ബബിതയും ടോജോയും ടെൽസയും മനുശങ്കറും രോഹിത്തും സിറ്റൗട്ടിലുണ്ട്. ഇതിനിടയിൽ ഷാൻ ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ കൈ കടത്തി ടാനിയയുടെ കൈത്തണ്ടയിൽ പിടികൂടി അവളെ ഗേറ്റിലേക്ക് വലിച്ചടുപ്പിച്ചു. പെട്ടെന്ന് SI അത് കണ്ടുകൊണ്ട് അവനെ താക്കീത് ചെയ്യുകയാണ്, ഗേറ്റിന് അപ്പുറത്തോട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. ഇവിടെ അവൾ ഇപ്പുറത്ത് വരുമെങ്കിൽ നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാം. കയ്യെന്ന് വിടറ. ഷാൻ പിടിവിട്ടു. ടാനിയ പിന്നോട്ട് മാറി. അപ്പോൾ ഷാൻ ടാനിയയുടെ നേർക്ക് നോക്കി ചോദിക്കുകയാണ്, എടി, ഒന്നിച്ച് ജീവിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ തമ്മിലുള്ള കല്യാണം രജിസ്റ്റർ ചെയ്തത്? ഇനി കാലുമാറാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ പോലീസ് കേസിൽ പെട്ടത്. ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നതും നിനക്ക് വേണ്ടിയാ. ടാനിയ ഒന്നുകൂടി തിരിഞ്ഞ് അലീനയുടെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കുകയൊന്നും വേണ്ട, അവളൊരു ചുക്കും ചെയ്യില്ല.
അവളെ നീ കാണുന്നതിന് മുൻപ് സ്നേഹിച്ചു തുടങ്ങിയവരാ നമ്മൾ. ഒന്നിച്ചു ജീവിക്കാമെന്ന് നീ എനിക്ക് വാക്കും തന്നിട്ടുണ്ട്. അതൊന്നും നീ മറക്കരുത്. നീ ചോദിച്ചതൊക്കെ ഞാൻ നിനക്ക് തന്നു. എന്നിട്ടിപ്പം നിനക്കെന്നെ വേണ്ടേ? പട്ടിയുടെ അത്ര നന്ദിയെങ്കിലും ഉണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരും. ടാനിയ അങ്ങോട്ട് ഭൂരിപക്ഷവും ചാഞ്ഞതായിരുന്നു. ഒരു വാക്കിന്റെ ഊന്നൽ കൂടി മതിയായിരുന്നു അവൾക്ക് ഗേറ്റ് തുറക്കുവാൻ. ഉടനെ അലീന സിറ്റ് ഔട്ടിൽ നിന്ന് വിളിക്കുകയാണ്, മോളെ നീ പോകരുത്. അതൊരു ദയനീയമായ യാചനയായിരുന്നു. ഉടനെ ലോക്കൽ നേതാവിന് ക്ഷമ കിട്ടും. അയാൾ പറയുകയാണ്, കൊച്ചെ അവിടെ നിന്നുകൊണ്ട് നാടകം കളിക്കാതെ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ വാ. മനുഷ്യനെ മെനക്കെടുത്തതിന് ഒരതിരില്ലേ? ഇത്രയും ആൾക്കാർ ഇവിടെ നിന്റെ ഒരു വാക്കിനു വേണ്ടി മാത്രമാണ് കാത്തു നിൽക്കുന്നത്. ടാനിയ ഷാനിനെ നോക്കി. പുറത്തേക്ക് ഇറങ്ങി വരുവാൻ കൈകൊണ്ട് ആംഗ്യം കാട്ടിക്കൊണ്ട് അവൻ ഉറക്ക വിളിച്ചു പറയുകയാണ്, ഇറങ്ങി വാടി, ഞാനല്ലയോ നിന്നെ വിളിക്കുന്നത്. ടാനിയ രണ്ടു കൂട്ടരുടെയും മധ്യത്തിൽ നിന്ന് ഉരുകി. അപ്പോൾ വീണ്ടും അലീന വിളിക്കുകയാണ്, ടാനിയ. പൊടുന്നനെ അവൾ സിറ്റൗട്ടിന്റെ നേർക്ക് തിരിഞ്ഞോടി. അലീന ചടുതിയിൽ മുറ്റത്തേക്ക് ഇറങ്ങി. ഓടി വന്ന ടാനിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ വിടർത്തിപ്പിടിച്ച കൈകൾക്കുള്ളിലേക്ക് വീണു. അലീന അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും അവൾക്കും കരച്ചിൽ വന്നു കഴിഞ്ഞിരുന്നു. ബബിതയ്ക്ക് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. രോഹിത്തും മനുശങ്കറും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. ഈ സമയത്ത് ഗേറ്റിന് വെളിയിൽ SI നേതാവിനോടും അനുയായികളോടും കൂടി പറയുകയാണ്, ഇനി നിങ്ങളാരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ശരിയല്ല, എല്ലാവരും പിരിഞ്ഞു പോകണം. അലീന ടാനിയയുടെ തോളോട് ചേർത്ത് പിടിച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ പുറത്തു നിന്നുകൊണ്ട് നേതാവ് ആരോടൊന്നില്ലാതെ വിളിച്ചു പറയുകയാണ്, ഇത് ഭയങ്കര നാണക്കേടായിപ്പോയി. ഷാനിന്റെ അച്ഛൻ മകനെ ചീത്ത വിളിക്കുകയാണ്, നിനക്ക് നാണമില്ലേടാ തെണ്ടി? നീയല്ലേടാ പറഞ്ഞത് നീ വിളിച്ച അവളിങ്ങോട്ട് ഇറങ്ങി വരുമെന്ന്? ഇനിയിപ്പോൾ എല്ലാവരും കൂടി വാലും മടക്കി തിരിച്ചു പോകേണ്ട ഗതികേടായിപ്പോയല്ലോ. ഷാൻ പ്രണയ പന്തയത്തിൽ പരാജയപ്പെട്ടവനെ പോലെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. സിറ്റ് ഔട്ടിൽ നിന്ന മനുശങ്കറെ SI കൈയാട്ടി വിളിച്ചു. മനുശങ്കർ അപ്പോൾ ഗേറ്റിന്റെ സമീപത്തേക്ക് ചെന്നു. അപ്പോൾ SI മനുവിനോട് ചോദിക്കുകയാണ്, ആ പെണ്ണു വരുമോ ഇല്ലയോ എന്ന് തീർച്ച പറഞ്ഞില്ല. വരില്ല സാർ, അവൾക്ക് വരാൻ പറ്റില്ല. അത് കേട്ടുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ രോഷാകുലനായി വിളിച്ചു പറയുകയാണ്, ആ മറ്റേ പെണ്ണ് പോകരുതെന്ന് പറഞ്ഞതുകൊണ്ടാ അവൾ വരാതിരിക്കുന്നത്. ആ നായിന്റെ മോളെ വിളിച്ച് 4 തെറി അങ്ങോട്ട് പറ. അപ്പോൾ മനുശങ്കർ, പോകരുത് എന്ന് അവളോട് ഒരു വാക്കു മാത്രമേ പറഞ്ഞുള്ളൂ. അതേസമയം നിങ്ങളെല്ലാവരും കൂടി ഗേറ്റിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അവളെ നിർബന്ധിക്കുകയല്ലായിരുന്നു. അതിന് കുഴപ്പമൊന്നുമില്ലേ? നീ ആരാടാ മറ്റേ മോനെ അവൾക്ക് വക്കാലത്ത് പിടിക്കാൻ? ഒരുവൻ തട്ടിക്കയറുകയാണ്. അപ്പോൾ SI എല്ലാവരും കേൾക്ക വിളിച്ചു പറയുകയാണ്, ഇനി എല്ലാവരും തിരിച്ചു പോകണം, വന്ന കാര്യം കഴിഞ്ഞു, ഇനി ആരും ഇവിടെ നിൽക്കണ്ട. കൊടിയും പിടിച്ച് മുദ്രാവാക്യവും മുഴക്കി വന്നവർ പതിയെ തിരിച്ചു നടന്നു. ഏറ്റവും പുറകിൽ ഷാനും അവന്റെ കൂട്ടുകാരും അനന്തര നടപടിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കാഴ്ച കാണാൻ മതിലുകൾക്കപ്പുറത്തും റോഡ് വക്കിലും കൂടിയ അയൽക്കാരും തലവലിച്ചു. വീടിനുള്ളിൽ ടാനിയയുടെ കരച്ചിൽ അപ്പോഴും അടങ്ങിയിരുന്നില്ല. അലീനയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഏങ്ങലടിച്ചുകൊണ്ടേയിരുന്നു. ശിരസിലും കവിളിലും തലോടിയും തോളത്ത് തട്ടിയ ആശ്വാസവാക്കുകൾ പറഞ്ഞും അലീന അവളെ സാന്ത്വനിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം അലീനയ്ക്ക് വ്യക്തമായി, ഷാനുമായുള്ള ബന്ധം അവൾ ഹൃദയത്തിൽ നിന്നും വിച്ഛേദിച്ച് കളയുവാൻ തന്നെ ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നു. അതിൻ്റെ വേദനയും വിങ്ങലും കുറ്റബോധവും അവൾക്ക് താങ്ങാൻ കഴിയുന്നില്ല. വസന്തത്തിൻ്റെ ആഗമനം സൂചിപ്പിച്ചുകൊണ്ട് വിരിയുന്ന ആദ്യ പുഷ്പം പോലെ അവളുടെ ഇളം മനസ്സിൽ ആദ്യമായി അങ്കുരിച്ച പ്രണയം, 3 വർഷക്കാലം നീണ്ടുനിന്ന പ്രണയകാലം, അത് നൽകിയ രോമാഞ്ചവും ലഹരിയും വൈകാരിക അനുഭൂതികളും, ആ അടിത്തറമേൽ പണിതുവെച്ച സങ്കല്പ സൗധങ്ങൾ, കണ്ടുതീർത്ത പകൽ കിനാവുകൾ, ആകാശത്തോളം ഉയർന്ന സ്വപ്ന ഗോപുരങ്ങൾ, അനുഭവിച്ച ആശ്വാസവും ആനന്ദവും 1000 പ്രതീക്ഷകളും കണക്കുകൂട്ടലുകളും, ഇതെല്ലാമാണ് ഒറ്റ നിമിഷം കൊണ്ട് പാഴായും ശൂന്യമായും പരിണമിച്ചത്. അവളുടെ ഹൃദയവേദന എത്രത്തോളമുണ്ടെന്ന് അലീനയ്ക്ക് ഊഹിക്കുവാൻ കഴിയുമായിരുന്നു. അവൾ പറയുകയാണ്, സാരമില്ല മോളെ, നീ ചെയ്തത് എത്രയോ വലിയ ശരിയാണെന്ന് പിന്നീട് ഒരു കാലത്ത് നിനക്ക് ബോധ്യപ്പെടും. ഇത് ഒന്നിൻ്റെയും ഒരു അവസാനമല്ല. ഷാൻ ഇനിയും സമയമുണ്ട്. അവന് നല്ലവനും മിടുക്കനുമായിക്കൊണ്ട് സ്വയം തിരുത്താൻ കഴിയും. സൽസ്വഭാവവും മോശമല്ലാത്തൊരു ജോലിയും ഒരു പുരുഷന് അത്യാവശ്യം വേണ്ടുന്ന പക്വതയും നേടിയിട്ട് അവൻ വരട്ടെ. അവൻ്റെ മുമ്പിൽ നമ്മൾ വാതിലടച്ചിടുമോ? ഇല്ല. ഇപ്പം എന്തായാലും അവൻ ചെയ്യുന്നത് ശരിയല്ല. ചെറിയ പ്രായമേ ഉള്ളൂ അവനും നിനക്കും. ഒരു കുടുംബമായി ജീവിക്കാനുള്ള പക്വതയോ അറിവോ ക്ഷമയോ ഒന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കുമില്ല. സമയം വരട്ടെ. അപ്പോഴേക്കും നീയും പഠിപ്പെല്ലാം കഴിഞ്ഞ് ഒരു ജോലിയുമൊക്കെ സമ്പാദിക്കണം. അങ്ങനെയല്ലേ കാത്തിരിപ്പും ക്ഷമയുമൊക്കെയുള്ള നല്ല സ്നേഹബന്ധങ്ങൾ? ടാനിയ അപ്പോൾ വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, ഷാൻ്റെ മനസ്സ് തകർന്നു പോയിട്ടുണ്ടാവും. ഞാൻ കൂടെ ചെല്ലാഞ്ഞിട്ട് വല്ലാതെ വിഷമിച്ചായിരിക്കും അവൻ പോയത്. എൻ്റെ സ്നേഹത്തിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ടായിട്ടല്ലേ ഇത്രയും ആൾക്കാരെയും കൂട്ടി ഇവിടെ വന്നത്. അതിന് അലീന, നിന്റെ സ്നേഹത്തിൽ അവന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ അവൻ തനിച്ചു വന്നാലും മതിയായിരുന്നില്ലേ? വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പാർട്ടിക്കാരെയും പോലീസിനെയും ഒക്കെ കൂട്ടി വന്നത്. നിന്നെ കൂടുതൽ ടെൻഷൻ അടിപ്പിച്ചിട്ട്, കൂടുതൽ സമ്മർദ്ദം ചെലുത്തി, പ്രേരിപ്പിച്ച്, നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കുക. സ്നേഹത്തിൽ വിശ്വാസമുള്ളവർ കാത്തിരിക്കും. എത്ര വർഷം വേണമെങ്കിലും ക്ഷമയോടും ശാന്തതയോടും കൂടി പെരുമാറും.
ഷാന്റെ മനസ്സ് തകരുമല്ലോ എന്നോർത്ത് നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിന്റെ കുറ്റമല്ല. നിന്നോട് ചോദിച്ചിട്ടല്ല അവൻ ആളെ കൂട്ടി വന്നതും ഇവിടെ വന്ന് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതും. അവൻ വരുത്തിവെച്ച തെറ്റുകൾക്ക് നീ അല്ല ഉത്തരവാദി. നീ എപ്പോൾ അവൻ്റെ കൂടെ ഇറങ്ങിച്ചെല്ലണം, എപ്പോൾ ദാമ്പത്യ ജീവിതം തുടങ്ങണം, ഇതെല്ലാം അവൻ മാത്രം നിശ്ചയിച്ചാൽ മതിയോ? നിനക്കുമില്ലേ തീരുമാനമെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ? അലീന പറയുന്നതൊന്നും നിഷേധിക്കുവാൻ ടാനിയയ്ക്ക് കഴിഞ്ഞില്ല. അലീന പിന്നെയും പറയുകയാണ്, മോളെ, ഒരു ജൗളിക്കടയിൽ കയറി എന്തുമാത്രം തിരഞ്ഞിട്ടാണ് നമ്മളൊരു ചുരിദാർ സെലക്ട് ചെയ്യുന്നത്? തുന്നൽ വിട്ടതോ ഏറ്റക്കുറച്ചിലുള്ളതോ നിറം മങ്ങിയതോ ആയ ഒരു ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുമോ? ഒരിക്കലുമില്ല. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നീ അതിനേക്കാൾ എത്രമാത്രം ശ്രദ്ധിക്കണം. കേടുവന്ന പച്ചക്കറിയും പുഴുക്കുത്തു വീണ പഴവും നമുക്കെടുത്ത് ചവിറ്റുകുട്ടയിൽ കളയാം. നിറം കെട്ടുപോയ ചുരുങ്ങിപ്പോയൊരു ഡ്രസ്സ് നമുക്ക് ഉപയോഗിക്കാതെ മാറ്റിവെക്കാം. പക്ഷേ ജീവിത പങ്കാളിയെ നമുക്കങ്ങനെ എടുത്തു കളയാനോ വേണ്ടെന്ന് വെക്കാനോ സാധിക്കുമോ? ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒരാളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് നമുക്ക് മാച്ചാവുന്നില്ലെന്ന് കണ്ടാൽ, സ്വഭാവദൂഷ്യവും പക്വതയില്ലായ്മയും പെരുമാറ്റ വൈകല്യങ്ങളും ഉണ്ടെന്ന് മനസ്സിലായാൽ അത് വേണ്ടെന്ന് വെക്കുന്നതല്ലേ ഉത്തമം? ഒരാളുടെ ജന്മവാസനയും അടിസ്ഥാന സ്വഭാവങ്ങളും ആർക്കും മാറ്റാൻ പറ്റില്ല. അവൻ വിഷമിക്കുമോ എന്നല്ല നീ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. പകരം ഭാവിയിൽ അവൻ നിമിത്തം നീ വിഷമിക്കേണ്ടി വരുമോ എന്നാണ്. ഇപ്പം നിനക്ക് അവനോട് അലിവ് തോന്നും. പക്ഷേ അതിൻ്റെ പേരിൽ ആ തീയിലേക്ക് നീ എടുത്തു ചാടിയാൽ നിന്റെ ജീവിതവും വാടിക്കരിഞ്ഞു പോകും. ഇപ്പോൾ നീ അവനെ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി അവനെ നീ വെറുക്കും. നീ അവനെ ശപിക്കും. നിന്നെ തന്നെ നീ വെറുത്തു പോകും. അവനെക്കുറിച്ച് അത്രയ്ക്ക് അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ അവൻ നിന്നോട് കാണിക്കുന്നത് സ്നേഹമല്ല, വെറും വികാരാവേശം മാത്രമാണ്. പക്ഷേ നിനക്ക് അവനോട് സ്നേഹമുണ്ട്. നിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ടാനിയ കണ്ണുനീരോടുകൂടി കേട്ടുകൊണ്ട് കിടന്നു. 4 മണിയോടെ മനുശങ്കറും രോഹിത്തും കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചു പോകുവാൻ ഒരുങ്ങി. മനുശങ്കർ അലീനയോട് പറയുകയാണ്, 2 ദിവസം കൂടി ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊരു സംഘർഷാവസ്ഥ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങളെ വിട്ടുപോകുന്നത് ശരിയല്ല എന്നും അറിയാം. പക്ഷേ പോകാതെ പറ്റില്ല. നാളെ ജോലിക്ക് കയറണം. ഇവൻ്റെ ക്ലാസ് മിസ്സാകാതെ നോക്കുകയും വേണം. അപ്പോൾ അലീന, ഞങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട മനുവേട്ട, എല്ലാം ശരിയായി പോയിക്കൊള്ളും. സൂക്ഷിക്കണം അലീന. എനിക്കെന്തോ അവരുടേതൊരു ഫ്രോഡ് സെറ്റപ്പായിട്ടാണ് തോന്നിയത്. എന്തു ചെയ്യാനും മടിക്കാത്തൊരു കൂട്ടം ആൾക്കാർ. മനുശങ്കർ ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയാണ്. മനുവും രോഹിത്തും പോകുന്നതിന് മുൻപ് എൽസമ്മയുടെ അരികെ ചെന്ന് യാത്ര പറഞ്ഞു. വേഗം സുഖമാകുമെന്ന് ആശംസിക്കുകയും ചെയ്തു. 2 പേരും ടാനിയായോടും യാത്ര പറഞ്ഞു. നിനക്കാരുമില്ലെന്നോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ഞാനും രോഹിത്തുമൊക്കെ നിന്റെ ആങ്ങളമാരാണെന്ന് വിചാരിച്ചാൽ മതി. ഞങ്ങൾ ഇനിയും വരും. ഇപ്പോഴത്തെ ഈ ഫ്രസ്ട്രേഷനൊക്കെ അങ്ങ് മാറും. നമ്മളെല്ലാവരും കൂടി ഒത്തുചേർന്നാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. എത്രയോ നല്ല നിലയ്ക്ക് എത്തേണ്ട ഒരു കുട്ടിയാണ് നീ. ഞങ്ങൾ ഗൈഡ് ചെയ്തോളാം. നീ ഒന്നും പേടിക്കണ്ട. എന്തു പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഫോണിൽ ഡിസ്കസ് ചെയ്യാം. മനുശങ്കർ അവളെ ധൈര്യപ്പെടുത്തി. അവരെ യാത്ര അയക്കുവാൻ അലീന ഗേറ്റ് വരെ പോയി. അപ്പോൾ ബബിതയും ടാനിയയും അവളോടൊപ്പം ചെന്നു. അവർ പോയി കഴിഞ്ഞ ശേഷം അലീന ടോജോയോട് പറയുകയാണ്, മോനെ, ഗേറ്റ് അടച്ചിട്ട് നായ്ക്കൂട് തുറന്നു വിട്ടേക്ക്. അതൊരു മുൻകരുതലായിരുന്നു. ആരും ഗേറ്റ് കടന്ന് ആക്രമിക്കുവാൻ വരരുത്. പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് വീട്ടിലെല്ലാവരും ഉറങ്ങിക്കിടന്ന സമയം വീടിന് നേർക്ക് കല്ലേറുണ്ടായി. മയക്കത്തിലായിരുന്ന അലീന വലിയ ശബ്ദം കേട്ട് ഞെട്ടി കണ്ണു തുറന്നു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീണ്ടും കാണും വരേക്കും ബൈ.